ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. ഇത് പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനാവശ്യമായിട്ടുള്ള ചെറുപയറും കപ്പയും മാത്രമാണ്, വേറൊന്നും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, തേങ്ങയോ അങ്ങനെയൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഇതിന് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ചെറുപയർ കപ്പക്കറിക്ക് വേണ്ടി ഇവിടെ ഒരു ചെറിയ 1/2 കിലോയുടെ ഒരു കപ്പ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാനിത് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇത് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കാം. ചെറുപയറൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളം വേവാനായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇതിൽ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കുക്കറൊക്കെ അടച്ച് വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 7 വിസിൽ വരുന്നവരെ ഒന്ന് അടിച്ച് വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. കപ്പയൊക്കെ വെന്ത് നല്ല ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടില്ല, പകുതി വേവാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ്, കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞ് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അതിനകത്തൊരു ചെറിയൊരു വിഷം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പ എപ്പോഴും എടുക്കാവുള്ളൂ. ഞാനിങ്ങനെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കപ്പ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയത് തണുത്ത് വന്ന് തുറന്ന് നോക്കിയതാണ്. ഈ ഒരു പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഈ വെന്ത കപ്പയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട്, രണ്ടും കപ്പയും ചെറുപയറും നല്ലതായിട്ട് വെന്ത് വരണം. അങ്ങനെ ഒരു 2-3 വിസിലടിക്കിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് വെള്ളം വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഫ്ലെയിം ഓണാക്കി നമുക്കൊരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വീണ്ടും ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇതിന് വേണ്ടി ഒരു 20ഓളം ചെറിയുള്ളി നല്ല കഴുകി വൃത്തിയാക്കി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയെല്ലാം തീരെ പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. പച്ചമുളക് ഉള്ളിയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ഉള്ളിയെല്ലാം കുരുമുനാന്ന് ചെറിയ പീസാക്കി അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ചെറിയ പീസാക്കി അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കുക്കറിന് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കപ്പയും ചെറുപയറും കൂടെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നല്ലതായിട്ട് വെന്ത് വരണം, നല്ല സ്മൂത്തായിട്ട് തന്നെ വെന്ത് വരണം രണ്ടും. ഈ ഒരു പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ആ സമയത്തേക്ക് നമ്മൾ ഈ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്ന ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്തൊരു ബ്രൗൺ കളറാകുന്നത് നന്നായിട്ട് വഴന്ന് വരണം. നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇതിപ്പോൾ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളിയും പച്ചമുളകും മുളകൊക്കെ ഉണക്കമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പയും ചെറുപയർ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്തേക്ക് ഉപ്പൊക്കെ മതിയോ എന്നൊന്ന് നോക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. ഒരു കുഴമ്പ് വരുക വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത്തിരി കൂടെ ലൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ഇതിനൊരു സ്പെഷ്യൽ സാധനം കൂടെ ചേർക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊത്തി വയ്ക്കുക. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ചെറുപയർ കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ്.